മുനമ്പം ഭൂവിഷയത്തിൽ ഹൈക്കോടതി ഉത്തരവിനെതിരെ കേരള വഖഫ് ബോർഡ് സുപ്രീം കോടതിയെ സമീപിച്ചു. മുനമ്പത്തേത് വഖഫ് ഭൂമിയല്ലെന്ന ഉത്തരവിനെതിരെയാണ് ഹർജി ഫയൽ ചെയ്തത്. വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന് വിനീത വി.ജി ചേരുന്നു. വിനീത, എന്തൊക്കെയാണ് ഈ ഹർജിയിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ? നേരത്തെ ഈ മുനമ്പത്തെ ഭൂവിഷയം പരിഹരിച്ചു എന്ന നിലയിലായിരുന്നു ഹൈക്കോടതി വിധിയോടെ അവിടുത്തെ സ്ഥിതിഗതികൾ. ഇപ്പോൾ ആ വിഷയം കൂടുതൽ സങ്കീർണമാവുകയാണല്ലോ വിനീത. അങ്ങനെ തന്നെയാണ്. ഈ മുനമ്പത്തെ ഭൂമി അത് വഖഫ് ഭൂമി അല്ലെന്ന ഉത്തരവിനെതിരെ കേരള ഹൈക്കോടതി ഫയൽ ചെയ്ത ഹർജി, അത് പുനഃപരിശോധന ഹർജി പിൻവലിക്കാൻ നേരത്തെ തന്നെ വഖഫ് ബോർഡ് തീരുമാനിക്കുകയും ഇക്കാര്യം സുപ്രീം കോടതിയെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഈ ഹർജിയുമായി വഖഫ് ബോർഡ് സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുന്നത്. ഇക്കാര്യത്തിൽ വിശദമായിട്ടുള്ള വാദം കോടതി കേൾക്കണം എന്നുള്ളതാണ് ഈ ഹർജിയിൽ പറഞ്ഞിരിക്കുന്ന, ഈ അപ്പീലിൽ പറഞ്ഞിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആവശ്യം. ഒപ്പം തന്നെ ഈ ഭൂമി അത് വഖഫ് ഭൂമി അല്ല എന്ന ഹൈക്കോടതി ഉത്തരവ് അത് തങ്ങളുടെ ഭാഗം കൃത്യമായി കേൾക്കാതെയാണെന്നും ഈ വഖഫ് ബോർഡ് ഈ ഹർജിയിൽ സൂചിപ്പിച്ചിരിക്കുകയാണ്. മുനമ്പത്തേത് വഖഫ് ബോർഡ് അല്ല എന്ന ഹൈക്കോടതി ഉത്തരവിൽ തങ്ങളുടെ അഭിപ്രായം കേൾക്കാതെയാണ് വഖഫ് ബോർഡ് ഇത്തരമൊരു നീക്കം നടത്തിയിരിക്കുന്നത്. ഹൈക്കോടതി ഇത്തരമൊരു ഉത്തരവിലേക്ക് എത്തിയിരിക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് വഖഫ് ബോർഡ് സൂചിപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ കൃത്യമായിട്ടുള്ള ഒരു വാദം കേട്ടുകൊണ്ട് അതിൽ സ്ഥിതിഗതികൾ വിലയിരുത്തണം എന്നൊരു ആവശ്യമാണ് ഉന്നയിച്ചിരിക്കുന്നത്. വഖഫ് ഭൂമിയല്ലെന്ന ഹൈക്കോടതി ഉത്തരവിനെതിരെയാണ് ഇപ്പോൾ കേരള വഖഫ് ബോർഡ് സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുന്നത്. സംസ്ഥാന വഖഫ് ബോർഡ് സുപ്രീം കോടതിയിൽ ഇത് സംബന്ധിച്ചുള്ള ഹർജി ഫയൽ ചെയ്തിരിക്കുകയാണ്. ഈ കേസിൽ വിശദമായിട്ടുള്ള വാദം സുപ്രീം കോടതി കേൾക്കണമെന്നാവശ്യപ്പെട്ടാണ് ഹർജി ഫയൽ ചെയ്തിരിക്കുന്നത്. ദിലീപ് കുമാർ. സംസ്ഥാന വഖഫ് ബോർഡ് സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുന്നു മുനമ്പം ഭൂവിഷയത്തിൽ. വിവരങ്ങൾ നൽകിയത് ഡൽഹിയിൽ നിന്ന് വിനീത വി.ജി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.